നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒരാവശ്യത്തിന് പോയതല്ലേ ഞാൻ. അത് നടന്നു കിട്ടാൻ കുറച്ച് വൈകിന്നല്ലാതെ വേറെ എന്ത് പറ്റാനാ? ഒന്നും പറ്റിയില്ല അല്ലേ? പോയത് ശത്രുവിന്റെ വായിലേക്കാ. അയാളാണെങ്കിൽ തൂണിലും തുരുമ്പിലും നമ്മൾ അന്വേഷിക്കുക. ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് എന്താടി ഇത്? നീ വെറുതെ ഇമോഷണൽ ആവാതെ. ഞാൻ എത്തിയല്ലോ. ആദ്യം നീ ഒന്ന് കൂളാവും. ഞാൻ ആദ്യം നമ്മുടെ അച്ചൂട്ടിനെ ഒന്ന് കാണട്ടെ. നിങ്ങൾ വാ. വാ വാ. അച്ചൂട്ടാ, മോനെ. അച്ചൂട്ടാ, മോനെ എങ്ങനെയുണ്ട്? ആഹാ, മിടുക്കനായല്ലോ. അതെ അതെ, നല്ല മാറ്റമുണ്ട്. മോന്റെ കുരുക്കളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ഇന്നലെ ഏതാണ്ട് അർദ്ധരാത്രി ആയപ്പോ കണ്ണു തുറന്നു. വെള്ളം വേണമെന്ന് പറഞ്ഞു, കുടിച്ചു. ഇപ്പതാ ഒരു കരിക്കിന്റെ വെള്ളം മുഴുവനും കുടിച്ചു. ഇപ്പോഴാ വിശപ്പും ദാഹവും വീണ്ടും വന്നത്. നന്നായി. പൂജ കഴിഞ്ഞതോടെ ദേവി കണ്ണാലെ കാണിച്ചു തരുന്നതാ ഈ മാറ്റം. ഇനിതാ ഈ പ്രസാദം തൊടാം. അതോടെ വീണ്ടും കുറഞ്ഞോളൂ. ഇതാ, ഇത് ഇവിടെ തന്നെ വെച്ചോളൂ. ഇടയ്ക്ക് തൊട്ടു കൊടുക്കണം. ഞാനൊന്ന് മുറിയിൽ പോയിട്ട് വരാം. നീ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. ട്രിപ്പങ്ങോട്ട് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചോ? ആരെങ്കിലും തിരിച്ചറിഞ്ഞോ നിന്നെ? ആ മേഘനാഥൻ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല സീതമ്മേ. പൂജ നടക്കുന്നതിനിടയില് അയാൾ അമ്പലത്തിൽ വരെ അന്വേഷിച്ചു വന്നു എന്നെ. അയ്യോ, ആണോ? എന്നിട്ട് അയാൾ എന്നെ കണ്ടുപിടിക്കുമെന്നായപ്പോ ഞാൻ ശ്രീമൂലസ്ഥാനത്ത് വാളെടുത്ത് ചെറുത്തിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാ. ഞാൻ പറഞ്ഞില്ലേ, ഇക്കാലം അത്രയും കഴിഞ്ഞെങ്കിലും അയാൾ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. അച്ചൂട്ടിനെയും നമ്മളെയും തെരഞ്ഞു നടക്കുക അയാൾ ഇപ്പോഴും. അത് ശരിയായിരിക്കും. അങ്ങനെ ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തിൽ വന്നപ്പോഴായിരിക്കും ഞാൻ അയാളെ കണ്ടത്. അല്ല, നീ രാധയാണെന്ന് അയാൾക്ക് മനസ്സിലായോ? അതിലെ പ്രധാന കാര്യം ഇനിയിപ്പോ മനസ്സിലാവും. ശ്രീമൂലസ്ഥാനത്ത് വാളെടുത്ത് വീശാൻ തൃപ്പങ്ങോട്ട് തറവാട്ടിലെ പെൺകുട്ടിക്ക് ധൈര്യം വരൂ എന്നയാൾക്കറിയാം. എന്തായാലും നമ്മൾ ഇനി കൂടുതൽ കരുതിയിരുന്നേ പറ്റൂ. ഇന്നലെ രാത്രിയിൽ ശ്രീമൂലസ്ഥാനത്തെ പള്ളിവാളിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വീണ്ടും ഞങ്ങൾ മുഖാമുഖം നിന്നു. ദേവീ കടാക്ഷം കൊണ്ട് മാത്രമാ അപ്പ അയാളുടെ കയ്യിൽ പെടാതെ ഞാൻ രക്ഷപ്പെട്ടത്. ഇനി ഒരു ദിവസം അതേ വാളും പിടിച്ച് ഏത് സമയത്തും അയാൾ നമ്മുടെ മുമ്പിൽ വരും. തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാള് പോലെ. ആ സന്ദർഭത്തെ നമ്മൾ കരുതിയിരിക്കണം. ആ സന്ദർഭത്തെ വേണം നമ്മൾ കരുതിയിരിക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.